കേരളത്തിൽ കുംഭമേളയ്ക്ക് സമാനമായി മഹാമാഘ മകമഹോത്സവം സംഘടിപ്പിക്കുന്നു. 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്താണ് മഹോത്സവം. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേർന്നു. ശിവദാസ്, വലിയൊരു കുംഭമേളയ്ക്ക് സമാനമായൊന്ന് നമ്മുടെ മലപ്പുറത്തും വരുന്നു. വിവരങ്ങൾ ശിവദാസ്. കൃഷ്ണരാജ്, കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘമക മഹോത്സവമാണ് കേരളത്തിലും നടത്താൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ മാഘമക മഹോത്സവം തിരുനാവായയിലെ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തവണയും മാഘമക മഹോത്സവം നടക്കുന്നത്. അതായത് കുംഭമേളയ്ക്ക് സമാനമായി കുംഭമേളയിൽ നടക്കുന്ന അതേ ചടങ്ങുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഈ മഹാമാഘമക മേളയിലും നടക്കുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘമക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. നേരത്തെ മാഘമക മഹോത്സവങ്ങളായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് മഹാമാഘമക മഹോത്സവമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അതായത് പ്രധാനമായും നദീപൂജ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നമുക്കറിയാം, തിരുനാവായയിലെ നവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയോട് ചേർന്നാണ്. ഇവിടെ ത്രിമൂർത്തി സ്നാനഘട്ട് കൂടിയാണ്. ശിവനും ബ്രഹ്മാവും വിഷ്ണുവും കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെ തൊട്ടപ്പുറത്ത് തവനൂരിൽ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും പരമശിവൻ്റെയും ക്ഷേത്രമുണ്ട്. ഈ നവാമുകുന്ദൻ്റെ ക്ഷേത്രം തിരുനാവായ ഭാഗത്തുണ്ട്. ഇങ്ങനെ ത്രിമൂർത്തി സ്നാനഘട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് നവാമുകുന്ദ ക്ഷേത്രം. ഇവിടെ ബലിതർപ്പണത്തിനൊക്കെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു നദീപൂജ നടത്തുന്നത്. ഈ നദീപൂജ എന്ന് പറയുമ്പോൾ അത് മാഘമക മഹോത്സവമായാണ് ഇവിടെ കൊണ്ടാടുന്നത്. 2016 മുതൽ ഇവിടെ മാഘമക മഹോത്സവം നടത്തുന്നുണ്ട്. ഇതിന് മുൻപ് മാമാങ്ക മഹോത്സവം നടന്നിരുന്ന ആ കാലത്ത് ഇത്തരത്തിൽ നദീപൂജകൾ നടന്നിരുന്നു, മാഘമക മഹോത്സവങ്ങൾ നടന്നിരുന്നു. 1700കളിലാണ് ഇത്തരത്തിലുള്ള മഹോത്സവങ്ങൾ ഇവിടെ നടന്നിരുന്നത്. പിന്നീട് അത് നിന്നുപോയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത് ഏറ്റെടുത്ത് ഭക്തരും വിശ്വാസികളും എല്ലാം തന്നെ ഏറ്റെടുത്ത് അത് വലിയ വിപുലമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് അതിവിപുലമായാണ് നടക്കുന്നത്. വിപുലമായ സംഘാടക സമിതി യോഗമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സംഘാടക സമിതി യോഗം ചേർന്നിരുന്നു. ഇതിൽ നിരവധി ചടങ്ങുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ട്, വ്യത്യസ്തമായ യാഗങ്ങൾ ഉണ്ട്. ശ്രീരഥ ചക്രം അടക്കമുള്ള പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നിരവധി സന്യാസിമാർ കേരളത്തിനകത്തും പുറത്തു നിന്നുമായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മഹാരഥന്മാർ അടക്കം എത്തുന്നുണ്ട്. നിരവധി രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രമുഖരും അടക്കമുള്ള ആളുകൾ ഈ വ്യത്യസ്ത ദിവസങ്ങളിലായി ഈ ഒരു ചടങ്ങിൽ എത്തുന്നുണ്ട്. ഇങ്ങനെ വിപുലമായ രീതിയിൽ കുംഭമേളയ്ക്ക് സമാനമായ ഒരു മാഘമക മഹോത്സവമാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഈ അടുത്ത വർഷം ആദ്യം നടക്കുന്നത്. കൃഷ്ണരാജ്, കേരളത്തിലും കുംഭമേളയ്ക്ക് സമാനമായ മകമഹോത്സവം വരുന്നു. ജനുവരിയിലാണത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.